الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار الذين അവർ ഒരു കൂട്ടം ആളുകളാണ് യദ്കുറൂനല്ലാഹ് അവർ പടച്ചവനെ ധ്യാനിക്കുന്നു ഖിയാമൻ നിന്നുകൊണ്ടും വഖുഊദൻ ഇരുന്നുകൊണ്ടും വഅലാ ജുനൂബിഹിം കിടക്കുമ്പോഴും അല്ലാഹുവിനെ ധ്യാനിക്കുന്നു വയതഫക്കറൂന അവർ ചിന്തിക്കുന്നു ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കുകയും ചെയ്യുന്നു റബ്ബന അവർ പറയുന്നു ഞങ്ങളുടെ രക്ഷിതാവേ മാ ഖലഖത ഹാദാ ബാതില നീ ഇതിനെ അന്യായമായി പടച്ചിട്ടില്ല സുബ്ഹാനക പടച്ചവനെ നീ പരമപരിശുദ്ധനാണ് ഫഖിന അദാബന്നാർ ഞങ്ങളുടെ നരകശിക്ഷയെ തൊട്ടും കാത്തുരക്ഷിക്കണമേ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. സൽബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞാൽ ആരാണ്? അപാരമായ ബുദ്ധിയും സാമർഥ്യവും മാത്രമുണ്ടായാൽ പോരാ, ആ ബുദ്ധിയും സാമർഥ്യവും ശരിയായ ലക്ഷ്യത്തിലും മാർഗത്തിലും ചെലവഴിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ ബുദ്ധിമാനാകുന്നത്. ലോകത്തെ കള്ളന്മാരും കൊള്ളക്കാരും അക്രമങ്ങളും അനാചാരങ്ങളും പ്രവർത്തിക്കുന്നവരും വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്. പക്ഷെ അവരെക്കാളും വലിയ മടയന്മാർ ലോകത്തില്ല എന്ന് കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു പറയുന്നു. കാരണം അവർ അവരുടെ സാമർഥ്യം കൊണ്ട് പാപങ്ങൾ വാരിക്കൂട്ടുകയും നരകത്തിലേക്കെടുത്ത് ചാടുകയും ചെയ്തവരാണ്. എപ്പോഴാണ് സൽബുദ്ധിയാകുന്നത്? അല്ലാഹു പറയുന്നു, 3 കാര്യങ്ങളിലൂടെ സൽബുദ്ധി ഉണ്ടായിത്തീരുന്നതാണ്. 1 അല്ലാഹുവിനെ അധികമായി ധ്യാനിക്കുക, 2 ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുക, 3 പടച്ചവനോട് താണുകയാണ് പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങളിലൂടെ സൽബുദ്ധി ഉണ്ടാകുന്നതാണ്. الذين يذكرون الله അവർ പടച്ചവനെ ധ്യാനിക്കുന്നു, ഓർമ്മിക്കുന്നു, സ്മരിക്കുന്നു. ഖിയാമാ വഖുഊദാ വഅലാ ജുനൂബിഹിം നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും, അതായത് എല്ലാ അവസ്ഥകളിലും പടച്ചവനെ ധ്യാനിക്കുന്നു. പടച്ചവനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ചവനെ ഓർത്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് അള്ളാഹുവിനോടുള്ള ധ്യാനമെന്ന് പറയുന്നത്. പടച്ചവനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കുക, നോമ്പ് പിടിക്കുക, പടച്ചവനെ ഓർത്തുകൊണ്ട് പാഠം പഠിക്കുക, പഠിപ്പിക്കുക, പടച്ചവനെ ഓർത്തുകൊണ്ട് ദാനധർമ്മം ചെയ്യുക,
പ്രബോധനം, സംസ്കരണം, മറുഭാഗത്ത് കച്ചവടം, വൈവാഹിക ജീവിതം, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും പടച്ചവനെ ധ്യാനിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ചെയ്യുക എന്നതാണ് ദിക്റിന്റെ ആത്യന്തിക ലക്ഷ്യം. അതുണ്ടാകാൻ എന്ത് ചെയ്യണം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ധ്യാനവുമായി ബന്ധപ്പെടുന്നതിന് ചില ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പാലിക്കുന്നവരാകണം. ഒന്നാമത്തെ ദിക്ർ പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ഖുർആൻ വിദ്യാർത്ഥികൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അവർ ഉറക്കം എഴുന്നേൽക്കുന്നതും ഖുർആൻ ഓതിക്കൊണ്ട്, മയങ്ങി വീഴുന്നതും പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട്. പക്ഷെ നീയത്ത് നന്നാക്കണം. അള്ളാഹുവിന്റെ ധ്യാനം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഖുർആൻ ഓതുന്നത് എന്ന നീയത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. الذين يذكرون الله قياما وقعودا وعلى جنوبهم. കിടന്നുകൊണ്ട് ഖുർആൻ ഓതാമോ? ഓതുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ആദരവ് വേണം. നിന്നുകൊണ്ട് ഖുർആൻ ഓതി ക്ഷീണം വന്നു, ഇരുന്നുകൊണ്ട് ഖുർആൻ ഓതിൻ ക്ഷീണം വരുന്നു, കിടന്നുകൊണ്ട് ഓതിൻ. പക്ഷെ ഉറക്കം തൂങ്ങിക്കൊണ്ടും ഉറങ്ങിക്കൊണ്ടും ഓതാൻ പാടില്ല. ചിലപ്പോൾ ഓതൽ തീർത്തും തെറ്റുവരുന്നതാണ്. വഅലാ ജുനൂബിഹിം, അള്ളാഹുവിന്റെ രണ്ടാമത്തെ ദിക്ർ ഒരു ദിവസം രാവിലെയോ വൈകുന്നേരമോ രണ്ടു നേരമോ സാധിച്ചാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം ഏതാനും ദിക്റുകൾ പതിവാക്കുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സാധിക്കുന്നില്ല, കുറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം. പുണ്യമായ സ്വലാത്ത് 100 പ്രാവശ്യം. പടച്ചവരോട് പാപമോചനം തേടുന്ന ഇസ്തിഗ്ഫാർ 100 പ്രാവശ്യം. ഇത് രണ്ടാമത്തെ ദിക്റാണ്. ജീവിതം ദിക്റുമായി ബന്ധപ്പെടാനുള്ള വഴിയാണ്. സ്ഥാപനത്തിന്റെ നിയമം, അവരുടെ ആചാരം, ചടങ്ങ്, ഇതിൽ നിന്നെല്ലാം മാറി പടച്ചവനോട് അടുക്കണം, അള്ളാഹുവിന്റെ ധ്യാനം മനസ്സിലുണ്ടായിത്തീരണം എന്ന നീയത്തിൽ രാവിലെയോ വൈകുന്നേരമോ ദിക്ർ ചൊല്ലണം. 3 മഅ്സൂറായ ദുആക്കൾ, സുന്നത്തായ ദുആക്കൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദിക്റുകളും ദുആക്കളും പഠിപ്പിച്ചിട്ടുണ്ട്. അത്ഭുതകരമായ ആശയവും ഐശ്വര്യവുമുള്ള പ്രാർത്ഥനകളാണ്. ഉറങ്ങി എഴുന്നേൽക്കുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഒരു മരണത്തിന് ശേഷം ജീവൻ നൽകിയ അള്ളാഹുവിനാണ് സ്തുതി. ഒരു ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നു. വിസർജന സ്ഥാനത്തേക്ക് പോകുന്നു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. വിസർജന സ്ഥാനത്ത് നിന്നും ഇറങ്ങുന്നു. ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി. ഭയങ്കര അർത്ഥമാണ്. ഇന്നത്തെ പൈശാചികമായ പല കുഴപ്പങ്ങളും വിസർജന സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത്. അതിന് ഈ ദിക്ർ ചൊല്ലിയാൽ വലിയ പരിഹാരമാകും, രക്ഷയാകും. പിന്നീട് വദു ചെയ്യുന്നു. വദുവിന്റെയും ദിക്റുകൾ പാലിക്കുന്നു. വദു എടുത്തു കഴിഞ്ഞിട്ടുള്ള ദിക്ർ പ്രത്യേകം ചൊല്ലും. തുടർന്ന് നമസ്കരിക്കുന്നു. നമസ്കാരം അടിമുടി അള്ളാഹുവിന്റെ ധ്യാനമാണ്. പക്ഷേ മനസ്സുകൊണ്ടുകൂടി ധ്യാനിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ വലിയ സമ്പാദ്യമാണ്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ദിക്ർ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ, മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുആ, അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ, പ്രബോധനം ആരംഭിക്കുന്നു ആ സമയത്ത് ദിക്ർ,
പ്രബോധനത്തിൽ കൂടി പരിവർത്തനമുണ്ടാകുന്നു. ആ സമയത്ത് ദിക്ർ. ഒരു ദിവസം മുഴുവനും അള്ളാഹുവിന്റെ ദിക്റിൽ കഴിച്ചുകൂട്ടിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം രാത്രി വിശ്രമിക്കാൻ കിടക്കുന്നു, അപ്പോഴും ദിക്ർ. ഇത് നമ്മൾ പഠിക്കണം, അമൽ ചെയ്യണം. ജീവിതം അള്ളാഹുവിന്റെ ധ്യാനവുമായി ബന്ധപ്പെടും. അള്ളാഹു നമുക്ക് നല്ല സ്ഥലത്ത് വെച്ച് മരണം നൽകുമാറാകട്ടെ. അതിനേക്കാളും പ്രധാനം നല്ല നിലയിൽ മരണം നൽകുമാറാകട്ടെ. ഒരാൾ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ബാത്റൂമിൽ പ്രവേശിച്ചത്. അള്ളാഹുവിന് തീരുമാനം, മരണം സംഭവിച്ചു, ഒരു നിന്ദതയുമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ജിഹാദിലാണ് മരണം, നിയ്യത്ത് മോശമാണ്, പ്രവർത്തനം മോശമാണ്, ആ മരണം അപകടകരമാണ്. അതുകൊണ്ട് ഈ ദിക്റുകൾ പഠിച്ച് അമൽ ചെയ്യണം. നാലാമത്തെ ദിക്ർ, എല്ലാ സമയത്തും നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ എന്തെങ്കിലും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വലാത്ത്, സുബ്ഹാനല്ലാഹ്, തഖിയ, കലാം എന്ന് പറയും. നിരന്തരം എന്തെങ്കിലും ദിക്ർ നമ്മൾ പതിവാക്കാൻ, ആഗ്രഹമുള്ള ദിക്ർ. സ്വലാത്ത് ചൊല്ലിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിൻ. ഇതിന്റെ ഗുണമെന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ മരണത്തിന്റെ സമയത്ത് അതായിരിക്കും പറയുന്നത്. അള്ളാഹു നമ്മളെ അപകടങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടത്തിലേക്ക് വീഴുന്നു ഒരു കൂട്ടം ആളുകൾ, എന്റെ ഉമ്മ എന്ന് പറയുന്നു. എന്ത് പറച്ചിൽ? വേറൊരു കൂട്ടം ആളുകൾ അള്ളാ എന്ന് പറയുന്നു. അത് പറച്ചിലാണ്. സുനാമിയുടെ തിരമാലകൾ അലയടിച്ചുയർന്നു ശ്രീലങ്കയുടെ തീരത്ത്. അടുത്തടുത്ത് 2 കെട്ടിടങ്ങൾ. ഒരു കെട്ടിടത്തിൽ ആളുകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ പത്തോ എന്ന് വിളിച്ചുകൊണ്ട് അവർ മരണത്തിലേക്ക് യാത്രയായി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തൊട്ടടുത്തൊരു മസ്ജിദിൽ ഏതാനും വിദ്യാർത്ഥികൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അല്ലാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരമാലയുടെ ഉള്ളിലേക്ക് പോയി. അതുകൊണ്ട് ദിക്ർ നിസ്സാരമല്ല. ദിക്ർ വളരെ എളുപ്പമുള്ളതാണ്, അങ്ങേയറ്റ ശക്തിയുള്ളതുമാണ്. الذين يذكرون الله قياما وقعودا وعلى جنوبهم. സൽബുദ്ധി ഉണ്ടാകാൻ ആഗ്രഹമുണ്ടോ? അവനവന്റെ ജീവനം നന്നാക്കാൻ, മറ്റുള്ളവരുടെ ജീവനം നന്നാക്കാൻ ആഗ്രഹമുണ്ടോ? സഹാബാക്കളെ പോലെയാകാൻ, ഔലിയാക്കളെ പോലെയാകാൻ ആഗ്രഹമുണ്ടോ? വളരെ ലളിതവും ശക്തവുമായ മാർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദിക്റിലായി നിന്നുകൊണ്ടിരിക്കിൻ, അള്ളാഹുവിന്റെ ദിക്റിലായി ഇരിക്കിൻ, കിടക്കുമ്പോഴും അള്ളാഹുവിന്റെ ദിക്റിലായി കഴിയിൻ. അങ്ങനെ അങ്ങ് കിടന്നുറങ്ങിൻ. സൽബുദ്ധി ഉണ്ടാകും, നല്ല ബുദ്ധി ഉണ്ടാകും. ഈ ലോകം നിർമ്മിക്കുന്ന, ഖബർ പ്രകാശിപ്പിക്കുന്ന, മഹ്ശറയിൽ അഭിമാനം പകരുന്ന, നാളെ സ്വർഗലോകത്ത് അനുഗ്രഹങ്ങളുടെ കലവറയിലേക്ക് കടക്കാനും മറ്റുള്ളവരെ കടത്താനും കഴിയുന്ന സൽബുദ്ധി ഉണ്ടാകും. ഇത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വിദ്യാർത്ഥികളാകും, നല്ല ബുദ്ധി വേണം. അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലിൻ. الذين يذكرون الله قياما وقعودا وعلى جنوبهم. ഖുർആനോദിൻ, രാവിലെയും വൈകുന്നേരമോ കുറച്ച് ദിക്ർ ചൊല്ലിൻ. ഓരോ സമയത്തുമുള്ള ദിക്ർ. ഒരു മജ്ലിസിൽ വെച്ച് പറയപ്പെട്ടു, ഏറ്റവും കുറഞ്ഞത് അനുവദനീയമായ പുണ്യമായ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി പറയും. നമ്മുടെ മദ്രസയുടെ സ്ഥാപകൻ ഡോക്ടർ അഹമ്മദ് കുഞ്ഞിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ കൈപിടിക്കും, ബിസ്മില്ലാഹി പറയും അള്ളാഹുവിന്റെ ദാസൻ. അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞങ്ങൾ ബിസ്മില്ലാഹി പറയുമായിരുന്നു. പാഠം പഠിക്കായിരിക്കും, ഒന്ന് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയും, അൽഹംദുലില്ലാ പറയും, സലാത്ത് ചൊല്ലിൻ. ഈ ഗ്രന്ഥം രചിച്ചവർക്ക് വേണ്ടി, ഉസ്താദുമാർക്ക്, മാതാപിതാക്കൾക്ക് ദുആ ചെയ്ത് പാരായണം ചെയ്യൻ. നിങ്ങളുടെ ബുദ്ധി നന്നായി തീരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.